ഹായ് കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഹോം മെയ്ഡ് ഒരു ഐസ്ക്രീമിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് വീട്ടിൽ തുച്ഛമായ പൈസക്ക് നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് മായമൊന്നും ചേർക്കാത്ത ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം, അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ അതിനായി ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ ഫ്രഷ് മിൽക്ക് എടുത്തിട്ടുണ്ട്, ഇത് കണ്ടൻസർ മിൽക്ക്, കുറച്ച് പിന്നെ നമ്മളെ വാനില, ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് എങ്ങനെ നമ്മളാണ് അതിന്റെ എങ്ങനെ മിക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിനെ നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഫ്രഷ് ക്രീമാണ്, അതും കൂടെ കുറച്ചിട്ടു. അതേപോലെ നമുക്ക് കണ്ടൻസർ മിൽക്ക്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് എൻ്റെ ബീറ്റർ ഇതാണ്. ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇച്ചിരി പണി കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ വാനില എസൻസ് ആണ്. നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം ഒന്നുകൂടെ അടിപൊളി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിന്റെ ജോലി പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ബീറ്റിംഗ് ആണ്, നല്ല അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഏകദേശം നമ്മളിപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഫ്രീസർ ചെയ്ത് വെക്കാം. അതുകൊണ്ട് ഒരു 6-7 മണിക്കൂറെങ്കിലും ഒന്ന് നല്ലോണം ഫ്രീസറിൽ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ഫ്രീസർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളെല്ലാം ഇപ്പൊ അടിച്ച് ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്കൊന്ന് ഫ്രീസർ ചെയ്തിട്ട് വരാം. അപ്പൊ കാശ് ഇതിപ്പോ നമ്മളിപ്പോ ഒരു ദിവസമല്ല, ഇന്നലെ വൈകുന്നേരത്ത് വെച്ചിട്ട് നമ്മൾ രാവിലെയാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഐസ്ക്രീം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്ത് എടുക്കാം. നമ്മളൊരു കറണ്ടി എടുത്തിട്ടുണ്ട്. കറണ്ടി വെച്ച് നല്ലോണം, നമ്മൾ മറ്റേ സ്കൂപ്പർ ഇല്ല, ഇനി നമുക്ക് ഇതിനകത്തോട്ട് മാറ്റി വെച്ചിട്ട് ഇതിലോട്ട്. അപ്പൊ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ആകാംക്ഷയോടെയാണ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. ഓ, വരുന്നില്ല, നല്ല കട്ടായി. അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൂടെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എങ്ങനെ സൂപ്പർ. നമ്മുടെ കടയിൽ കിട്ടുന്ന വാനില ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വലിയ പാടൊന്നുമില്ല, നമ്മുടെ കടയിൽ കിട്ടുന്ന അതേ ഐസ്ക്രീം ഒക്കെ ഹോം മെയ്ഡ് ആയിട്ട് തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോ ഇതുപോലുള്ള വീഡിയോസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.